ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട്ടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പോലീസുകാർ പോയതിനു ശേഷം നീതു അവിടേക്ക് വന്നിരിക്കുമ്പോൾ അരികിലേക്ക് വരികയാണ് ചന്ദ്രനും അഖിലും സീതയും. നീതു ചോദിക്കുന്നു, എന്താ തള്ളാൻ തോന്നുന്നില്ലേ? ഇനിയൊന്ന് കൈ ഉയർത്തി നോക്ക്, അടിക്ക്. ഇനിയൊന്ന് കൈ വെച്ച് നോക്ക്, അടിക്കടാ, ഇപ്പൊ ഒന്ന് അടിച്ചു നോക്ക്. ഇത് കേട്ട അവരൊന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നീതു ചോദിക്കുന്നു, പറ്റില്ലല്ലേ? എന്നെ അടിക്കാൻ കൈ ഓങ്ങിയാ മതി, പോലീസിനെ വിളിക്കും ഞാൻ, പിന്നെ നിങ്ങള് ജയിലിലായിരിക്കും. അച്ഛാ, അച്ഛനോട് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വെറുതെ ഹരീഷിന്റെ കടയിൽ ചെന്ന് വിരട്ടാൻ നിൽക്കരുത്. സീത കണ്ണും തള്ളി നിൽക്കുമ്പോൾ നീതു ചോദിക്കുന്നു, എന്താ നോക്കുന്നത്? ചുമ്മാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞാ ഞാൻ എങ്ങോട്ടാ പോവുക? എന്നെ നിങ്ങളല്ലേ പ്രസവിച്ചത്, അപ്പൊ നിങ്ങൾ വേണം നന്നായി നോക്കാൻ. വീട് വിട്ടു പോണോന്ന്. എന്നെ ആരും ശല്യം ചെയ്തില്ലെങ്കിൽ ഞാനും ആരെയും ശല്യം ചെയ്യില്ല. നല്ല വിശപ്പ്, ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിക്കട്ടെ. അങ്ങനെ നീതു അടുക്കളയിലേക്ക് ചെന്ന് പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുകയാണ്. എല്ലാവരും കണ്ണും മെഴിച്ച് നോക്കി നിൽക്കുന്നു. നീതു പറയുന്നു, എന്തോന്നൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അങ്ങനെ നീതു ചോറും കറികളും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയാണ്. പെട്ടെന്ന് ചുമയ്ക്കുമ്പോൾ നീതു അഖിലിനോട് ചോദിക്കുന്നു, എന്താ നോക്കി നിൽക്കുന്നേ? പോയി വെള്ളം എടുത്തോണ്ട് വാ. ഇത് കേട്ട് അഖിൽ അമ്മയെ നോക്കുമ്പോൾ സീത പറയുകയാണ്, പോയി എടുത്തോണ്ട് വാടാ. അഖിൽ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അത് കുടിച്ച് നീതു പറയുകയാണ്, നാളെ മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണം ഇവിടെ ഉണ്ടാക്കാൻ. എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇത് കേട്ട് ഹരീഷും ചന്തുവും ചിരിക്കുകയാണ്. നീതു പറയുന്നു, എന്നോടിപ്പം അവർക്ക് വലിയ ബഹുമാനോ? ഹരീഷ് ടെൻഷനാകണ്ട, നമുക്ക് പതിയെ കല്യാണം കഴിച്ചാൽ മതി. എനിക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് കുറച്ചുനാള് പ്രേമിച്ചൊക്കെ നടക്കാന്നേ. സുഭാഷേട്ടനും നികേഷും ഒക്കെ കല്യാണം കഴിച്ച് ഏറ്റവും അവസാനം വേണമെങ്കിലും നമുക്ക് കല്യാണം കഴിക്കാം. എനിക്ക് ഓക്കെയാ. പിന്നീട് കാണിക്കുന്നത് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നികേഷ് ഹരീഷിനോട് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടൻ നീതുവിനെ വീട്ടിൽ കൊണ്ടാക്കിയത് ശരിയായില്ല, അവരിപ്പം തല്ലി ചതയ്ക്കുന്നുണ്ടാകും. ഇത് കേട്ട് ഹരീഷ് പൊട്ടിച്ചിരിക്കുമ്പോൾ എല്ലാവരും സംശയത്തോടു കൂടി ഹരീഷിനെ നോക്കുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടൻ എന്തിനാ ചിരിക്കുന്നേ? അപ്പൊ സുധേഷ് പറയണ, ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചതാ, അവിടെ എല്ലാം ഓക്കെ ആണോടാ? സുഭാഷ് പറയുന്നു, പാവാ കുട്ടി, അവളെ തിരിച്ചു പറഞ്ഞു വിടണ്ടായിരുന്നു, അതവിടെ വിഷമിക്കുകയായിരിക്കും. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ, അവിടെ നടന്ന കോമഡി കേട്ടാൽ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ ചിരിക്കും. അങ്ങനെ അവിടെ എന്താ സംഭവിച്ചെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, അവളെ കൊണ്ടുപോയി വിട്ടപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു, വേറെ വഴിയില്ലാതെയാ കൊണ്ടുപോയി വിട്ടത്. ഇന്ന് നീതു കടയിലേക്ക് വന്നായിരുന്നു, അവിടെ എന്തായെന്ന് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും തല്ലുന്നോ വഴക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് റൂമിനകത്ത് കയറി വാതിൽ അടച്ചിട്ട് പോലീസിനെ വിളിച്ചു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഹരീഷ് പറയണ, പോലീസ് വന്ന് കഥക് തുറക്കെന്ന് പറഞ്ഞതിന് ശേഷം കഥക് തുറന്നത്. അവിടെ വീട്ടിൽ എല്ലാവരും ടെൻഷനായി. ഇവരെന്നെ തല്ലുന്നോ ടോർച്ചർ ചെയ്യുന്നോ, എന്റെ ജീവൻ ഇവിടെ ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞ് അവൾ എല്ലാം പോലീസുകാരോട് പറഞ്ഞു. പോലീസ് അവർക്ക് എല്ലാവർക്കും താക്കീത് കൊടുത്തു. അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം, നന്നായി നോക്കണം, വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ച് ഇനി നീതുവിനെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു. ആ കുടുംബം മുഴുവൻ അതിൽ സൈൻ ചെയ്തു. ഇത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, ഇനി അവളെ ആര് ടോർച്ചർ ചെയ്യാനാ? ഇപ്പൊ അവളെ നന്നായി നോക്കുന്നുണ്ടെന്ന് വടക്ക് പറയുകയോ അടിക്കുകയോ ഒന്നുമില്ല. ശരിക്കും ഇതൊക്കെ സംഭവിച്ച ഹരീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, സംഭവിച്ച സുഭാഷ് ഏട്ടാ, പോലീസുകാര് വീട്ടിലേക്ക് വന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചു. അവരുടെ പേഴ്സണൽ നമ്പർ വരെ നീതുവിന്റെ കൊടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നീതുവിനെ കാണുന്നതേ വീട്ടിലെല്ലാവർക്കും പേടിയാ. അവൾ എവിടെയെങ്കിലും ഇരുന്നാൽ അവളുടെ അടുത്ത് പോലും ആരും വന്നിരിക്കില്ല. നീതു ആള് കൊള്ളാലോ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, നന്നായിട്ട് ആലോചിച്ച് അവൾ അത് ചെയ്തല്ലോ, സൂപ്പർ. അപ്പൊ സുഭാഷ് പറയുകയാണ്, എന്താണെങ്കിലും അച്ഛന്റെ അമ്മയുടെയും പേരിലൊക്കെ കംപ്ലൈന്റ് കൊടുക്കുന്നത് ശരിയല്ലടാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, അവരത്ര നല്ലവരൊന്നും അല്ലല്ലോ, നീതുവിനെ തല്ലി ചതക്കിയല്ലേ അവിടിട്ട്, അത് തെറ്റല്ലേ? അവരുടെ മകളാണെന്ന് കരുതി അവര് തന്നെ തല്ലിക്കൊല്ലുമെന്നാണോ? നീതു ചെയ്തതാ ശരി. അപ്പൊ നിധി പറയുകയാണ്, നീതു ചെയ്തത് നല്ലൊരു കാര്യം, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, നിധിക്ക് എന്താ കംപ്ലൈന്റ് കൊടുക്കണോ? അപ്പൊ നിധി പറയണ, അങ്ങനെയല്ല സുധീഷ്, എന്നെ എന്റെ വീട്ടുകാര് ടോർച്ചർ ചെയ്തപ്പോൾ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, നിധി ഒരു പാവല്ലേ, നിധിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നിധി പറയണ, ഞാൻ കംപ്ലൈന്റ് കൊടുക്കേണ്ടായിരുന്നു, അത് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടി വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പോലീസ് വന്ന് വാൺ ചെയ്തിട്ട് പോയേനെ, ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഇഷ്ടത്തിൽ ജീവിച്ചേനെ. സുധീഷ് മനസ്സിൽ പറയണ, ഭാഗ്യത്തിന് അങ്ങനെയുള്ള ആലോചനയൊന്നും നിധിക്ക് തോന്നിയില്ല. അങ്ങനെ സുധീഷ് ചോദിക്കുന്നു, നിധി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിധിയുടെ ലക്ഷ്യം എന്താകുമായിരുന്നു? തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റുമായിരുന്നോ? അവര് വിടുമായിരുന്നു? അതുമാത്രമല്ല പോലീസുകാരൊക്കെ നിധിയുടെ അച്ഛന്റെ കൂടെ നിൽക്കുകയുള്ളായിരുന്നു, അവരെയൊക്കെ കാശ് കൊടുത്ത് ഒതുക്കിയേനെ. ഇത് കേട്ട് നിധി പറയുകയാണ്, അതും ശരിയാ, കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? പക്ഷെ നീതു ഇത്രയ്ക്ക് ധൈര്യമായിട്ട് ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഹരീഷിനോട് അത്രയ്ക്ക് സ്നേഹമാ. ഹരീഷിനെ വിശ്വസിച്ച് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഹരീഷ് അവളോട് സംസാരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആക്കി. ഹരീഷിനെ മനസ്സിലാക്കി ഒരു പ്രശ്നം വന്നപ്പോൾ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്തു. എല്ലാത്തിനും കാരണം ഹരീഷിനോടുള്ള പ്രണയമാണ്. എന്ത് പ്രശ്നം വന്നാലും നീതുവിനെ കൈവിടരുത്. ഇത് കേട്ട് സുധീഷ് പറയണ, അതേ നിധി, എന്നെ വിശ്വസിച്ച നിധി വീട്ടിൽ നിന്ന് വന്നെങ്കിൽ എന്നോട് എന്ത് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കും? എന്ത് കാരണം ഉണ്ടായാലും ഞാൻ അവസാനം വരെയും നിധിയുടെ കൈവിടില്ല. ഇത് കേട്ട് നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ എല്ലാവരും ടെൻഷനോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, അയ്യോ, പറയാൻ പാടില്ലാത്താണോ പറഞ്ഞത്, സോറി നിധി, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. നിധി വളരെ ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുമ്പോൾ എസ്കേപ്പ് എന്ന് പറഞ്ഞ ഭക്ഷണം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി പോവുകയാണ് സുധീഷ്. എല്ലാവരും നിധിയെ ശ്രദ്ധിക്കുന്നു.
ഇരിക്കുന്നുണ്ട്. മറങ്ങി നിന്ന് സുധീഷ് നിധിയെ നോക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധി ചിരിക്കുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. നിധി ചിരിച്ചു എന്ന് പറഞ്ഞ് തുള്ളി ചാടുകയാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് നഖം വെട്ടിക്കൊണ്ട് ഭാസ്കരൻ പുറത്തിരിക്കുമ്പോൾ അവിടേക്ക് വന്ന നിധി ഭാസ്കരനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ ഇങ്ങനെ നോക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? വഴക്ക് പറയാൻ വന്നാണോ? എന്റെ മക്കൾ എന്നെ വഴക്ക് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വഴക്ക് പറയും. നീ വഴക്ക് പറഞ്ഞാൽ ഞാൻ തിരിച്ചൊന്നും പറയില്ല. അതൊരു അവസരമാക്കിയെടുത്ത് എന്നെ വഴക്ക് പറയാൻ വന്നാണോ? നിധി ചോദിക്കുന്നു, നഖമൊക്കെ വർഷത്തിൽ ഒരിക്കലാണോ വെട്ടുന്നത്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ നഖം വെട്ടാതെയോ ഇരിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? അപ്പൊ നിധി പറയുകയാണ്, ചെയ്യേണ്ട സമയത്ത് എല്ലാം കൃത്യമായി ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, നീ ഇപ്പം കിളവിയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. കൊച്ചു പെൺകുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എപ്പൊ നോക്കിയാലും കിളവികളെ പോലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നീ ഒന്നും ചോദിക്കേണ്ട, ദയവ് ചെയ്തെന്ന് പോ. ചോദിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കുമെന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ചോദിക്കാൻ തീരുമാനിച്ചാ വന്നത്, പിന്നെന്തിനാ ചോദിക്കട്ടെ എന്നൊരു ചോദ്യം? നിധി ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരുടെയും അച്ഛനല്ലേ? അതുപോലും നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയാണ്, സുഭാഷ് ഏട്ടന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ല. ഒരു ഉത്തരവാദിത്തമുള്ള അച്ഛനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തണ്ടേ? എന്റെ വീട്ടിലെ എന്റെ അച്ഛനാ എന്റെ ചേട്ടന് ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തിയത്. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, നിന്റെ ചേട്ടന്റെ കല്യാണം ഉത്തരവാദിത്തത്തോടു കൂടി നടത്തിയ അതേ അച്ഛൻ തന്നെയാണ് നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണവും നടത്താൻ ശ്രമിച്ചത്. അതുകൊണ്ടല്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്? അതും കൂടി പറ. ഇത് കേട്ട് നിധി പറയുകയാണ്, ശരി, എന്റെ അച്ഛന്റെ കാര്യം വിട്ടേര്. നിങ്ങളൊരു നല്ല അച്ഛനല്ലേ? സുഭാഷ് ഏട്ടനൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തണ്ടേ? ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുകയാണ്, മോളെ, നല്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? തന്റെ മകൻ പ്രണയിച്ച് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവർ വന്നാലും നിങ്ങൾ നന്നായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ് നല്ലൊരച്ഛൻ. അവൻ പന പോലെ വളർന്നില്ലേ? അവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ അവൻ അറിയില്ലേ? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവന്റെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. ഈ ചോദ്യമൊക്കെ നീ അവനോടാണ് ചോദിക്കേണ്ടത്. ഇത് കേട്ട് നിധി പറയുകയാണ്, ശരി, നിങ്ങള് ഭയങ്കര പ്രോഗ്രസീവായ ഒരു അച്ഛനാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ സുഭാഷേട്ടന് അങ്ങനെ ഒരു പ്രേമം ഇല്ലല്ലോ. അപ്പൊ അച്ഛൻ എന്ന നിലയിൽ എന്താ ചെയ്യേണ്ടത്? സുഭാഷേട്ടനൊരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി കൊടുക്കണ്ടേ? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, എനിക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കുക, നിനക്കെന്താ അവനോട് ഇത്ര സ്നേഹം? അപ്പൊ നിധി പറയുകയാണ്, സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നാൽ ആരും പിന്നെ സുഭാഷേട്ടനെ കുറിച്ചും ഈ വീടിനെ കുറിച്ചും ഒന്നും പറയില്ലല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, നീ ഒരു പെണ്ണല്ലേ? ഈ വീട്ടിലല്ലേ താമസിക്കുന്നു? എന്നിട്ട് ഈ വീട്ടുകാരെ കുറിച്ച് നാട്ടുകാർ അതും ഇതും പറയുന്നില്ലേ? അപ്പൊ നിധി പറയുകയാണ്, ഈ വീട്ടിലേക്ക് മറ്റൊരു പെൺകുട്ടിയുടെ വന്നാൽ നാട്ടുകാരുടെ വായടപ്പിക്കാൻ പറ്റും. നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയണ, കഥയൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. ഒരു കാര്യം ചെയ്യ്, അറിയാവുന്നവരോടൊക്കെ സുഭാഷേട്ടനെ കുറിച്ച് പറ. നല്ലൊരു പയ്യനാണ്, നല്ല ജോലിയുണ്ട്, സ്വന്തമായിട്ട് വീടുള്ള ആളാ, നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ആലോചിക്കണമെന്ന് അറിയാവുന്നവരോടൊക്കെ പറ. ഭാസ്കരൻ ചോദിക്കാണ്, നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് മാസങ്ങളായില്ലേ? ഇപ്പോഴും നീ ഈ വീടിനെ പറ്റി അറിയാത്തതുപോലെയാണല്ലോ സംസാരിക്കുന്നത്. ഈ നാട്ടിലുള്ളവർക്ക് ഞാനൊരു കൊലയാളിയാ. ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി എന്റെ മകനൊരു പെണ്ണിനെ താന്ന് ഞാൻ പറഞ്ഞാൽ അവരെന്നെ അടിച്ചിറക്കും. നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചെന്ന് അകത്തിരിക്കുന്നവന്മാരറിഞ്ഞാൽ നിന്നോട് ദേഷ്യപ്പെടും അവർ. എന്തിനാ ഇതൊക്കെ വന്ന് എന്നോട് പറയുന്നേ? നീ ഓഫീസിലേക്ക് പോകുന്നല്ലേ? അവിടെ നിനക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവിടുത്തെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ പോകാൻ നോക്ക്. നിങ്ങളോട് വന്ന് സംസാരിച്ച എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ നിധി അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ നിന്നോട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറഞ്ഞതാണെന്ന്. ഞാൻ വിളിച്ചായിരുന്നു? ഇല്ലല്ലോ. ഈ സമയം മൊബൈലിൽ നോക്കി ചിരിച്ചുകൊണ്ട് ഹോളിലിരിക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും. ഇത് കണ്ട് നിധി പറയുന്നു, നിങ്ങളെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിയില്ല. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് ചോദിക്കുന്നു, എന്ത് പറ്റി നിധി? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും സുഭാഷേട്ടന് പെണ്ണ് അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ആർക്കും സുഭാഷേട്ടന് കല്യാണം നടത്തണ്ടേ? സുഭാഷേട്ടന്റെ കല്യാണം നടത്തണമെന്നുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, എന്നിട്ടാണോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇരുന്നാൽ കല്യാണം നടക്കുവോ? സുഭാഷേട്ടന്റെ കല്യാണം നടത്താൻ നിങ്ങൾ മൂന്നുപേരും എന്ത് ചെയ്തു? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിയല്ലേ പറഞ്ഞത് സുനന്ദയുടെ പ്രശ്നം വന്നപ്പോൾ സുഭാഷേട്ടൻ നല്ല വിഷമത്തിലാ, ഇനിയും കുറച്ചു കഴിഞ്ഞിട്ട് കല്യാണാലോചനകൾ നടത്താമെന്ന്. ഇത് കേട്ട് നിധി പറയുകയാണ്, ഓ അത് ശരി, അപ്പൊ കുറ്റം എനിക്കായി. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അയ്യോ അങ്ങനെയല്ല ഏട്ടത്തി, ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പൊ നിധി പറയുകയാണ്, ശരി, ഞാൻ നിങ്ങളെ തടഞ്ഞാണെന്ന് വിചാരിച്ചു. ഞാനത് പറഞ്ഞിട്ട് എത്ര മാസങ്ങളായി? നിങ്ങൾക്കാർക്കും സുഭാഷേട്ടനോട് സ്നേഹമില്ലേ? ഞാനായിട്ട് വന്ന് സുഭാഷേട്ടന് പെണ്ണ് നോക്കാൻ സമയമായെന്ന് പറയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഭാഷേട്ടന്റെ കല്യാണം നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് അവർ മൂളുമ്പോൾ നിധി ചോദിക്കുന്നു, വാ തുറന്ന് പറയില്ലേ? കല്യാണം നടത്തണമെന്ന് അവർ പറയുമ്പോൾ നിധി പറയണേ, എങ്കിൽ പിന്നെ ആ കാര്യം ചെയ്യാൻ നോക്ക്. ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയാണെങ്കിൽ സുഭാഷേട്ടന്റെ കല്യാണം എന്ന് നടക്കാനാ? സുഭാഷേട്ടൻ തന്റെ കല്യാണത്തെ കുറിച്ച് പറയില്ല. 3 അനിയന്മാരുണ്ട്, അവരും പറയില്ല. എല്ലാം നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ ഇതെല്ലാം എപ്പ നടക്കും? ആദ്യം നിങ്ങള് സുഭാഷേട്ടന് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കുക. അങ്ങനെ നിധി റൂമിലേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നികേഷും ഹരീഷും. തുടർന്ന് പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങുന്ന സുഭാഷ് പച്ചക്കറികൾ വാങ്ങാൻ വന്ന ചേച്ചിമാരോട് കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഒരു ചേച്ചി ചോദിക്കുന്നു, സുധീഷിന്റെ ഭാര്യ പാചകം ചെയ്യില്ലേ? ഇപ്പോഴും സുഭാഷ് തന്നെയാണോ പാചകം? അപ്പൊ സുഭാഷ് പറയുകയാണ്, ആ കുട്ടി ജോലിക്ക് പോകുന്നല്ലേ,
നീയും ജോലിക്ക് പോകുന്നില്ലെന്ന് ആ ചേച്ചി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ജോലിക്ക് പോകുന്നുണ്ട്, നിധി എന്റെ കൂടെ വന്ന് എല്ലാം സഹായിക്കും, പാചകം അത്രയ്ക്ക് നന്നായി അറിയില്ല. അവർ പറയുകയാണ്, ഞാനൊക്കെ അമ്മായിയമ്മ പാചകം ചെയ്യുമ്പോൾ കൂടെ നിന്ന് പാചകം പഠിച്ചേ. ഈ സമയം ബൈക്കിൽ ആ വഴി വരികയാണ് ഹരീഷും സുധീഷും. സുഭാഷ് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് അവർ ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ സുഭാഷ് ഏട്ടന്റെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ് സുധീഷ് അരികിലേക്ക് വന്ന് സുഭാഷിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്താണ് കാര്യമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കണം, ആ സ്ത്രീകളോട് സുഭാഷൻ എന്ത് സംസാരിക്കുകയായിരുന്നു? അപ്പൊ സുഭാഷ് പറയുകയാണ്, എന്ത് സംസാരിക്കാൻ, ഒരു കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു. അതാണോ ഇപ്പൊ വലിയ കാര്യമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അതല്ലടാ, നികേഷ് എപ്പോഴും പറയും പുതിയതായിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ, അതാ ഞാൻ അവരോട് കറിയുടെ കാര്യമൊക്കെ ചോദിച്ചു. ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഇപ്പൊ സുഭാഷ് ഏട്ടനോട് നന്നായി സംസാരിച്ച ആ സ്ത്രീകൾ നാളെ അവിടെ സുഭാഷ് ഏട്ടന് വേണ്ടി ഒരു പെണ്ണ് ആലോചിച്ചു തന്നാൽ ഇത് തന്നെ ഒരു കുറവായിട്ട് പറയും. സുഭാഷ് ഏട്ടന് പച്ചക്കറി സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാ പോരെ. സുധീഷ് പറയണ, സൂപ്പർ മാർക്കറ്റിലും ലേഡീസ് ഉണ്ടല്ലോ, അവിടെയും സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും. സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? അവരൊക്കെ നമ്മുടെ അടുത്ത് താമസിക്കുന്നവരാ, ദിവസവും പച്ചക്കറികൾ വാങ്ങുമ്പോൾ സംസാരിക്കുന്നതാ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കണ്ടതൊന്നും അല്ല അവരെ. സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ ഇനിയും പച്ചക്കറി വാങ്ങാൻ പോകണ്ട, നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം. സുഭാഷ് ചോദിക്കുന്നു, ഓൺലൈനിലോ? നിനക്ക് വട്ടാണോ? അവര് 4 ദിവസം ഫ്രിഡ്ജിൽ വെച്ച പച്ചക്കറികളായിരിക്കും കൊണ്ടു തരുന്നത്, ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചോളാം, നിങ്ങൾ പോകാൻ നോക്ക്. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് ചോദിക്കണം, എടാ സുഭാഷ് ഏട്ടൻ എന്താ ഇങ്ങനെ ആയിപ്പോയി? തുടർന്ന് സുഭാഷിന്റെ വിവാഹ കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് റോഡ് സൈഡിലൂടെ നടന്നു വരികയാണ് നികേഷും നിധിയും. നിധി പറയണം, ഇത്തവണയെങ്കിലും സുഭാഷ് ഏട്ടന്റെ കല്യാണം നടത്തിയെടുക്കണം, സുഭാഷ് ഏട്ടന് വേണ്ടി നോക്കുന്ന പെണ്ണ് എങ്ങനെയാകണമെന്നാ നിന്റെ അഭിപ്രായം? ഏട്ടത്തിയെ പോലെ ആയിരിക്കണമെന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, എന്നെ പോലെയോ? നികേഷ് പറയണ, അതെ ഏട്ടത്തി വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ വീടിന്റെ ഒരു മാറ്റം വല്ലാത്തതാ, എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്, അതേപോലെ ആയിരിക്കണം സുഭാഷ് ഏട്ടൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണും. അങ്ങനെ അവർ ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി നികേഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. നിധി ചോദിക്കുന്നു, നികേഷ് നിന്റെ കല്യാണം എപ്പോഴാണ് നടത്തേണ്ടത്? അപ്പൊ നികേഷ് ചോദിക്കണേ, എന്റെയോ? 1 വർഷം കഴിയട്ടെ, കോളേജ് കഴിഞ്ഞാൽ ഉടനെ നടത്താം. അപ്പൊ നിധി പറയണോ, ഒരെണ്ണം തന്നാലുണ്ടല്ലോ, പഠിത്തം കഴിഞ്ഞാൽ ഉടനെ കല്യാണോ? നീയൊക്കെ ഒരു 27-28 വയസ്സായിട്ട് കല്യാണം കഴിച്ചാൽ മതി. നികേഷ് ചോദിക്കുന്നു, അത് ലേറ്റ് അല്ലേ ഏട്ടത്തി? സുധീഷ് ഏട്ടൻ നേരത്തെ കല്യാണം കഴിച്ചു, ഹരീഷ് ഏട്ടന് നേരത്തെ കല്യാണം കഴിക്കുമെന്നാ തോന്നുന്നത്. അപ്പൊ നിധി പറയണ, നിന്റെ സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ചതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പുഞ്ചിരിച്ച് നികേഷ് പറയണ, ഏട്ടത്തി ആ വടക്കിനിടയിലേക്ക് ഞാൻ വരുന്നില്ല. ഇത് കേട്ട് നിധി ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്ന നികേഷ് വീണ്ടും ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. നിധി ചോദിക്കുന്നു, നികേഷ് നീ ലഞ്ച് എടുത്തില്ലേ? എടുത്തെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണ, നീ ശരിക്കും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് സുഭാഷ് ഏട്ടൻ കംപ്ലൈന്റ് പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ രാവിലെ കഷ്ടപ്പെട്ടുണ്ടാക്കി തരുന്നതാ, മര്യാദയ്ക്ക് കഴിച്ചോണം. നികേഷ് പറയണ, കഴിക്കേട്ടത്തി, സുഭാഷ് ഏട്ടൻ ടേസ്റ്റ് ആയിട്ടൊക്കെയാ ചെയ്യുന്നത്, പക്ഷെ ഒരേ സാധനം കഴിച്ച് എനിക്ക് ബോറടിക്കുന്നു, ഇനി ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ കഴിക്കാം. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ പെൺകുട്ടി നികേഷിനെ നോക്കുന്നുണ്ട്. നികേഷ് ആ പെൺകുട്ടിയെ നോക്കുന്നു. നിധി അവരെ ശ്രദ്ധിക്കുന്നു. നിധി ചോദിക്കുന്നു, എന്താടാ ആ കുട്ടിയെ സൈറ്റ് അടിക്കുകയാണോ? ഇടയ്ക്കിടയ്ക്ക് തിരികെ നോക്കുന്നുണ്ടല്ലോ. നികേഷ് പറയണ, അയ്യോ ഏട്ടത്തി, ഞാൻ തിരികെ നോക്കിയതല്ല, ഞാൻ കാഷ്വലായിട്ട് നോക്കിയതാ, ആ പെണ്ണ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നേ. നിധി ചോദിക്കണ, നീ അവളെ നോക്കുന്നത് കൊണ്ടല്ലേ അവള് നിന്നെ നോക്കുന്നേ? അപ്പൊ നികേഷ് പറയണ, അല്ല ഏട്ടത്തി, ഞാൻ നോക്കിയില്ലേലും അവൾ എന്നെ തന്നെ നോക്കുന്നു. ഇത് കേട്ട് നിധി പറയണ, നീ അങ്ങനെയാണോ പറയുന്നേ? അപ്പൊ നികേഷ് പറയണ, അതേ ഏട്ടത്തി, കാഷ്വലായിട്ട് നോക്ക്. ശരിയെന്ന് പറഞ്ഞ നിധി ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ അവള് നികേഷിനെ തന്നെയാ നോക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. അതേടാ നികേഷ്, അവള് നിന്നെ തന്നെയാ നോക്കുന്നത്, ആരാടത് നിനക്കറിയാമോ? അപ്പൊ നികേഷ് പറയണ, നമ്മുടെ ഏരിയയിലുള്ള അല്ല, പുതിയ താമസക്കാരെങ്കിലും ആണെന്ന് തോന്നുന്നു, നിനക്ക് ഈ ഏരിയയിലുള്ള പെണ്ണുങ്ങളെല്ലാം അറിയാമോന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് നികേഷ് പറയണ, കുറച്ചുപേരെയൊക്കെ അറിയാം, നോക്കിയേ അവൾ എന്നെ തന്നെ നോക്കുന്നത്, ഞാൻ നേരത്തെ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. അങ്ങനെ നികേഷ് ആ പെൺകുട്ടിയെ നോക്കിയിട്ട് നാണത്തോടു കൂടി ചിരിക്കുകയാണ്. ഇത് കണ്ട് നിധി ചോദിക്കുന്നു, എന്താടാ ഇത്, നാണിക്കുന്നു? അപ്പൊ നികേഷ് പറയണ, നാണം കാണാതിരിക്കും ഏട്ടത്തി, ഒരു പെണ്ണിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നാണം വരും. അപ്പൊ നിധി പറയണ, കോളേജിൽ ഏതോ ഒരു പെണ്ണ് നിന്നെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തായി? അപ്പൊ നികേഷ് പറയണ, അതൊക്കെ എപ്പോഴേ അവസാനിച്ചു, അവൾ എന്നോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാണെന്ന്, പക്ഷെ ഇവളുടെ നോട്ടം അങ്ങനെയല്ല, ശരിക്കും അവൾ എന്നെ തന്നെ നോക്കുന്നത്, ഏട്ടത്തെയും കണ്ടില്ലേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ് നിധി. നികേഷ് ആ പെൺകുട്ടിയും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്